മഴ തോരും മുൻപേടെ നാളത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ പരിഭവത്തിലാണ് നമ്മുടെ അലീനയുടെ അടുത്ത്. കാരണം ബാലചന്ദ്രൻ്റെ പെർമിഷൻ ഇല്ലാതെ അലീന തൻ്റെ മകളല്ലെന്ന സത്യം രോഹിത്തിനോട് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് ബാലചന്ദ്രൻ. കൂടാതെ ഇപ്പോൾ അത് ബബിതയും അറിഞ്ഞിട്ടുണ്ട്. ബബിത ബാലചന്ദ്രനോട് അത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലും സങ്കടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അലീന പറയുകയാണ്, അച്ഛൻ തെറ്റുകാരനല്ല എന്ന് യഥാർത്ഥത്തിൽ എനിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാനത് തിരുത്താൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും അറിയണം അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല, അച്ഛൻ ശരിയായിരുന്നു എന്ന് എല്ലാവരും അറിയണം. ആ ഒരു നിർബന്ധം എനിക്കുള്ളത് കാരണമാണ് ഞാൻ രോഹിത്തിനോട് അങ്ങനെ പറഞ്ഞത്. അതിലച്ഛൻ എന്നോട് പിണങ്ങുകയും പരിഭവിക്കുകയൊന്നും ചെയ്യരുത്. കാരണം മറ്റൊരാൾ ചെയ്ത തെറ്റാണ് അച്ഛൻ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വേണ്ട, അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ്. അലീനയുടെ മടങ്ങിപ്പോക്ക് എങ്ങനെയെങ്കിലും നിർത്തണമെന്നുള്ള ഒരു ചിന്തയിലാണ് ബബിത അതിനു വേണ്ടി മനുവിനെ വിളിക്കും. മനുവിനോട് പറയും, ചേച്ചി ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. മനുവേട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ ചേച്ചി അനുസരിച്ചു എന്ന് വരും. അതുകൊണ്ട് മനുവേട്ടനൊന്ന് വിളിച്ച് പറയാമോ ചേച്ചിയുടെ അടുത്ത് പോകരുത് എന്ന്. അപ്പോൾ മനു പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞാലും അവൾ അനുസരിക്കാൻ വഴിയില്ല. പിന്നെ അവളുടെ വരവ് കൊണ്ടും പോക്ക് കൊണ്ടും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ കുട്ടികൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാം, പക്ഷേ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ അലീനയെ വിളിച്ച് ഇരിക്കുകയാണ് മനു ചോദിക്കും, നീ നിൻ്റെ പോകുന്ന കാര്യം ഉറപ്പിച്ചോ? അത് ഞാൻ ഉറപ്പിച്ചു മനുവേട്ടാ, കാരണം ഞാൻ പോയാലല്ലേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുകയാണ്. മനുവിന് പിന്നെ അവളെ തിരുത്താനെന്നുള്ളൊരു ഓപ്ഷനൊന്നും ഇല്ല. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്. വളരെ നേരത്തെ മഴ തോരും മുൻപേടെ കഥയും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.